നിന്നെ അങ്ങനെ ഞാൻ വിടത്തില്ല. ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകും. എടി നീ വിടാൻ ഇത് ആരെങ്കിലും കണ്ടോണ്ടു നാണക്കേടാ. ഓ, അല്ലെങ്കിൽ നാണമുള്ള ഒരാള്. നിനക്ക് നാണമില്ല മാനമില്ല. ഉണ്ടെങ്കിൽ സ്വന്തം പെണ്ണിനെ വേറൊരുത്തന്റെ മുറിയിലാക്കി ലോക്ക് ചെയ്യുവോ? ഇല്ലാ വചനം പറയരുത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടും കൂടിയില്ല. 2 സ്മോൾ അടിച്ചതിന്റെ പുറത്ത് ഞാൻ ആ ഡോർ വലിച്ചടച്ചിട്ട് പോയിന്നല്ലോ. അല്ലാതെ എന്റെ പൂജ എനിക്കറിയാലോ. പിന്നെ ഹരീന്ദ്രൻ അവൻ പക്ക മാന്യനാന്ന് എനിക്ക് നിനക്കറിയാലോ. അതുകൊണ്ട് അതല്ലടാ, നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? കാശുണ്ടാക്ക. ഈ കാശുണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് നിനക്കും. നിന്റെ അച്ഛന് അടുത്ത ആഴ്ച കോടതി കെട്ടിവെക്കാൻ 5 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അതൊന്നും കൊടുത്തില്ലേ കൊടുക്കണ്ട. പക്ഷേ ഇത്തരം നാണംകെട്ട പരിപാടി ഇനി നീ കാണിച്ചോണ്ടല്ലോ. ഇത്തരം പല പല നാണക്കേടുകളിൽ നിന്നാണ് വലിയ വലിയ അഭിമാനങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് GK സിദ്ധാന്തം. നിന്റെ വൃത്തിയുടെ സിദ്ധാന്തത്തിനൊന്നും എന്നെ കിട്ടില്ല. വേണങ്ങല്ലേ മോളെ. എനിക്ക് നിനക്കും കോടീശ്വരന്മാരായിട്ട് ജീവിക്കണം. അതെന്റെ സ്വപ്ന. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ എന്റെ ലക്ഷ്യം സാധിച്ചിരിക്കും. നീ ആ ഹരിയെ കൊണ്ട് ആ പേപ്പർ ഒന്നും പിടിക്കേ. പോകരുത്. എനിക്ക് അങ്ങനെ കാണുന്ന തന്നെ ചമ്മല. ഒരു ചമ്മലും വേണ്ട. ചിന്താവിഷ്ണ ചെയ്യുവരെ ഇതടി അടിയടാ. എനിക്ക് വേണ്ട. ഒരെണ്ണം എടുത്ത അടിസകാവേ. റഷ്യയിലെ കൊടുന്തണുപ്പിൽ മഹാനായ ലെനിനും സ്റ്റാലിനും 2 എണ്ണം അടിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. നമ്മളിപ്പോ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി 2 എണ്ണം വീശുന്നു. ഒരു കുഴപ്പമില്ല. കാലത്തിന്റെ മാറ്റം അനുസരിച്ച് കമ്മ്യൂണിസത്തിന് മാറ്റം വരണം. ആരികടാ. വിപ്ലവം കത്തി തുടങ്ങി. ഒരു കാമുകന്റെ ഗതികേടെ. അവളോട് പോകാൻ പറസകാവേ. കേട്ടിടത്തോളം മുതലാളിത്തത്തിന്റെ വക്താവാണ് ആ പെൺകൊച്ചി. വിപ്ലവ കാമുകന്റെ ഇരിപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. എനിക്ക് വയ്യ. എന്നെയും ഒരു പെൺകുട്ടി പ്രേമിച്ചിരുന്നു. നിന്നെ? എന്റെ പ്രേമവല്ലി വർഷങ്ങളോളം നീണ്ടുനിന്ന ദിവ്യാനുരാഗത്തിന്റെ ഒടുവിൽ അവൾ സുന്ദരനും സുശീലനും സൽസ്വഭാവിയുമായ ഒരു സുമാരന്റെ കൂടെ ഇറങ്ങി ഓടി. ഇവിടെയോ ഇവനോ ഒരു പരമ കഞ്ഞി. ആ ഹരീന്ദ്രനോ കോടീശ്വരൻ. ഇവനാ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു കാടൻ. അവനാ എന്നെ പോലൊരു സുന്ദരൻ. എന്നിട്ടും എന്നെ അടിച്ചോണ്ട് പോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഇവനെ നിത്യവും വിളിച്ചിരുന്നു. അപ്പൊ ഇവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈഗോ വർക്ക് ചെയ്ത് അവളാം പിള്ളേരും കൂടെ പോയി. മഹാനായ വിപ്ലവകാരി. എന്നിട്ട് ഇപ്പൊ മേപ്പോട്ട് നോക്കി മോങ്ങുന്നു. മോങ്ങാനോ? ഞാനോ? എന്റെ പട്ടി മോങ്ങും. അവളെത്ര നീചയായ ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. കോടല വായക്കൊള്ള വർത്താൻ പറടാ. എടാ, കമ്മ്യൂണിസത്തിന്റെ ഒരു സിദ്ധാന്തങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ 10 കാശ് കിട്ടിയാൽ കൈക്കുവന്ന് ജനങ്ങളെ സേവിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയോ? അത് ശരി ആശാൻ പറഞ്ഞത്. ആരോട് വേണേ കാശ് ചോദിക്കാം, ഏത് കൊള്ളക്കാരോട് വേണേ മേടിക്കാം. പക്ഷെ സ്നേഹത്തോടു കൂടി ആയിരിക്കണമെന്ന് മാത്രം. എടാ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുദാസ് പറഞ്ഞിട്ടില്ലേ? ഏത് സിനിമ പാട്ടില്? എന്റെ പത്രം വായിച്ചിട്ട് എനിക്ക് സമ്മാനം തരാൻ പറ്റുന്ന ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, പത്രസമ്മേളനത്തിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ വാഴയില മാത്രം ഓടി രക്ഷപ്പെടണ്ട. അടി കിട്ടണമെങ്കിൽ എന്നത്തെ പോലെ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. വരില്ല, അവൻ വരില്ല. ഇത്രയൊക്കെ സംഭവിച്ചില്ലേ കഴിഞ്ഞ 2 ദിവസമായിട്ട്? എന്നിട്ട് അവൻ നിന്നെ ഒന്ന് വിളിച്ചോ? അത് ചിലപ്പോ വിളിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇന്ദു, നീ അതങ്ങ് വിട്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ, നീ വെറുതെ ആവശ്യമില്ലാതെ. ആഹാ, നിങ്ങളോട് സ്വകാര്യം പറഞ്ഞിരിക്കുകയാണോ? വാ, മുഹൂർത്താവാറായി. ഇന്ദു മോളെ, തൊട്ട് പോരുത്. നീ പോകൂടി ഇവന്റെ കൂടെ? പോകും, എനിക്ക് ജീവനുണ്ടെങ്കിൽ പോകും. മോളെ,
നിക്കണേ അവിടെ. രാജ വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഹലോ, ഗോപാലകൃഷ്ണൻ സാറല്ലേ? ഇത് ഷാജഹാനാണ്. സംഗതി ഞാൻ കണ്ടുപിടിച്ചു. സാർ ഇവിടെയുണ്ട്, പാലാരിവട്ടത്തെ പുതിയ വീട്ടില്. അതെ, അവിടെ തന്നെ. കാറ് പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ കോളിംഗ് ബെൽ അടിച്ചിട്ട് തുറക്കുന്നില്ല. മനപ്രയാസം കൊണ്ട് എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ആ പെങ്കൊച്ചിന് ഗിഫ്റ്റായി കൊടുക്കാൻ വാങ്ങിയതാണ് വീടെന്ന് ഓർക്കണം. ആ വീട്ടിൽ കയറി കഥ കടച്ച് അങ്ങേര് വല്ല അവിവേകവും കാണിച്ച ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കഞ്ഞൂടി പൊട്ടത്തുള്ള കാര്യം ഉറപ്പാ. ഇല്ല സാർ, ഞാനിനി കരയുന്നില്ല. അല്ലെങ്കിൽ തന്നെ കരഞ്ഞിട്ടെന്താ കാര്യം? പോവാനുള്ളത് പോയില്ലേ. സാറ് പെട്ടെന്ന് ഇങ്ങ് വാ. സാർ എവിടെ? ആ സുന്ദരി പെണ്ണിനെയും കെട്ടി കൊട്ടാരം കണക്കുള്ള ഈ വീട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ കൊതിച്ച കക്ഷിയല്ലേ? ആ, ചെയ്തു പോകും. ആരായാലും തനിയെ ആത്മഹത്യ ചെയ്തു പോകും. ഹരി, എടാ ഹരി, ഇത് ഞാനാ. നീ ബാലോർക്ക്. മോനെ ഹരി, വാതിൽ തുറക്ക്. മോനെ ഹരി, എന്താ മോനെ നീ എന്താ ഒന്നും പറയാതെ ഇങ്ങോട്ട് പോന്നത്? എന്തിനാ എങ്ങനെ നടന്ന് ബഹളം വെക്കുന്നത്? എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒന്ന് പോകാമോ പ്ലീസ്? ഹരി മോനെ, ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞില്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. എന്തെല്ലാം സ്വപ്നങ്ങളായിട്ട് ജീവിച്ചവനാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം തകർന്നില്ലേ? ഞാൻ ഇനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആത്മഹത്യ ചെയ്താലോന്ന് വരെ പലവട്ടം ഞാൻ ആലോചിച്ചതാ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോനിങ്ങനെ വിഷമിക്കാതെ. ആ നാശം പിടിച്ച പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വരാതിരുന്നത് ഒരു ഭാഗ്യമെന്ന് കരുതിയാ മതി. നല്ല സുന്ദരി പെൺപിള്ളേരെ എന്റെ മോന് വേറെ കിട്ടും. വേണ്ടമ്മേ, എനിക്കിനി ആരും വേണ്ട. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ ഒന്ന് പോകാമോ? ഹരി, ഞാൻ നിന്നോട് പറയാറുള്ളതല്ലേ, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗമേ എങ്ങനെയാണെന്ന്. നേരെ നെറിയില്ലടാ. അഭിനയിക്കാൻ ഈ പറ്റുള്ള ഭയങ്കര മെഡിക്കുകളാ. ഒരു പീറ പെണ്ണിന് വേണ്ടിയിട്ട് ഇത്രയും വിലപിടിപ്പുള്ള നിന്റെ ജീവിതം നീ വെറുതെ പാഴാക്കരുത്. അവള് പോണെങ്കിൽ പോട്ടടാ. അവളെ പോലത്തെ 100 കണക്കിന് പെൺപിള്ളേരെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടിട്ട് വരും. അതിനല്ലേലും JK സാറ് മിടുക്കനാ. ഹരി, നിനക്കറിയാലോ, നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ഒരു ലീഡിംഗ് ഫേമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായത്. നീ ഒപ്പിടാതെ അവിടെ നിന്ന് ഒരു ഫയൽ നീങ്ങില്ല. ആയിരക്കണക്കിന് ആൾക്കാരുടെ തൊഴിലും ജീവിതമൊക്കെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നീ നശിപ്പിക്കരുത്. ഞാൻ അവളോട് എന്ത് തെറ്റാടാ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വൈരാഗ്യത്തോടു കൂടി എന്റെ ജീവിതവും മാനവും ഒക്കെ നശിപ്പിക്കാൻ ഞാൻ എന്ത് ദ്രോഹം അവളോട് ചെയ്തത്? ഈ 30 വയസ്സിനിടയിൽ ഒരാളെപ്പോലും അറിഞ്ഞോ അറിയാതെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് നിനക്കറിയില്ലടാ. ആ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. എടാ, ഇടയ്ക്കൊക്കെ ചിലരൊക്കെ ദ്രോഹിക്കണം. അവളുടെ അപ്പം കൃഷ്ണൻ നായര് ആള് ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെ അയാളുടെ മോള് ഫ്രോഡാകാതിരിക്കും? കോടിക്കണക്കിന് രൂപയുടെ മണി സൗദവും വാങ്ങി അവക്ക് വേണ്ടി കാത്തിരുന്ന നീയാണ് മണ്ടൻ. അതെ, ഇത് ബാക്കിയുള്ളവനും എല്ലാം മേടിച്ചു തന്നിരുന്നെങ്കിൽ അതിന്റെ നന്ദി ഇങ്ങനെ ഉണ്ടായേനെ. നീ വാ, കുടിച്ച് റെഡിയായിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോവാം.